ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ വെഡ്ഡിങ് സീസൺസ് ആണ്. അതുപോലെ ഓണം വരുന്നുണ്ട്, അതുപോലെ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയുധപൂജ വരുന്നുണ്ട്, ദിവാലി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെലിബ്രേഷൻസ് ഒരുമിച്ചുകൊണ്ട് വരികയാണ്. അതുപോലെ വെഡ്ഡിങ് സീസണുമാണ്. സോ നമ്മളെല്ലാവരും ഈ സമയത്ത് നന്നായിട്ട് റെഡി ആവുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ റെഡി ആവുമ്പോൾ പുതിയതായിട്ട് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് എസെൻഷ്യൽ ആയിട്ട് ഒരു ബിഗിനേഴ്സിനായി എസെൻഷ്യൽ ആയിട്ട് എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും എനിക്ക് വേണം. അപ്പോൾ എന്തൊക്കെ വാങ്ങേണ്ടത് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സജഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ വാങ്ങിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഞാൻ ഒരു സ്കിൻ കെയർ പറയുന്നില്ല. അപ്പോൾ ഞാൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ അത് അഫോർഡബിൾ റേഞ്ചിലുമാണ്. സോ ഫസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് എന്താണ്, കളർ കറക്റ്റർ. സോ ഇതാണ് ഇൻസൈറ്റിൻ്റെ ഒരു കളർ കറക്റ്റർ. ഇതൊരു 200-300 അതിൻ്റെ ബിലോയാണ് വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ കളർ കറക്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടി കളർ പാലറ്റാണ്. ഇതിൻ്റെ തന്നെ ന്യൂഡ്സ്, അതുപോലെ ബ്രൗൺസ് മാത്രം തന്നെ പാലറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു കൺസീലർ യൂസ് ചെയ്യും. ഇത് ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു കൺസീലർ ആണ്. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ്, ഓക്കെ, ഇത് മാർസിൻ്റെ ഒരു പ്രൈമറാണ്. ഓക്കെ, മാർസിൻ്റെ ഒരു പ്രൈമറാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫൗണ്ടേഷൻ. ഞാൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, മെബലിൻ ഫിറ്റ്മി, ആൻഡ് കെ ബ്യൂട്ടി യൂസ് ചെയ്യുന്നുണ്ട്, നൈക്കയുടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. പക്ഷെ ഇതെനിക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡാണ്. കുറച്ചും കൂടെ ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി യൂസ് ചെയ്യുക ഈ ഒരു ഫൗണ്ടേഷൻ. സോ ഫൗണ്ടേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് കോണ്ടൂറാണ്. ഞാനത് മിക്കവാറും ഇതിന്ന് എടുക്കും, അല്ലെങ്കിൽ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് എടുക്കുക ചെയ്യാറ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലിപ് ലൈനർ, ഡാർക്ക് ഷെയ്ഡ് ലിപ് ലൈനർ എടുത്ത് സ്ക്രാച്ച് ചെയ്യും, അതിന് ശേഷം ബ്ലെൻഡ് ചെയ്യും. സോ അതിന് ശേഷം ഇതാ ഒരു ഐ ഷാഡോ പാലറ്റ്, ഞാൻ മിസ് ക്ലെയറിൻ്റെ ഐ ഷാഡോ പാലറ്റ് ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി. ഞാൻ നോർമലി യൂസ് ചെയ്യുക ന്യൂഡ്സും അതുപോലെ തന്നെ പിങ്ക്, ബ്രൗൺസും ഒക്കെ ഉള്ള ഐ ഷാഡോ പാലറ്റാണ്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാവർക്കും കുറേ ആൾക്കാരുണ്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടപ്പെടുന്ന, അതായത് ഗ്രീന്, യെല്ലോ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ പാലറ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ന്യൂഡ്സും അതുപോലെ തന്നെ ബ്രൗൺസും ഡെയിലി ഗോ ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ബ്ലഷ്. ഇതാണ് ബ്ലഷ്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് ഇതാണ്. ഇതിന് മുമ്പ് ഷുഗറിൻ്റെ ഒരു ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പീച്ച് ഷെയ്ഡാണ്. അപ്പോൾ അതെനിക്ക് എൻ്റെ സ്കിന്നിലേക്ക് അത്രയ്ക്ക് സ്യൂട്ടായി തോന്നിയില്ല. സോ ഞാൻ സിസ്റ്ററിന് കൊടുത്തിട്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്തതാണ്. ഇത് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ബെറ്ററായി തോന്നിയപ്പോൾ ഞാൻ ഇതെടുത്തു. അവൾക്ക് അതുമാണ് ഇഷ്ടമായത്. നെക്സ്റ്റ് ഇത് ഫേസ് സ്കാനറുടെ ഒരു നമ്മുടെ കോമ്പാക്ട് പൗഡറാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി. ഇത് പിന്നെ ഹൈലൈറ്റർ നമ്മുടെ ഏതാണ്, മാസ്റ്റർ ക്രോം ബൈ ഫേസ് സ്റ്റുഡിയോ, മേബിലി. ഓക്കെ, മേബിലിൻ്റെ ഒരു ഹൈലൈറ്റർ ആണ്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് കാജൽ, അതുപോലെ തന്നെ ഒരു ഐ പെൻസിലാണ്. സോ ഇത് 2 കാജലാണ്. ഇതിൽ ഞാൻ ഇത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇത് ഞാൻ ഐബ്രോ ഫിൽ ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഇത് ഞാൻ സ്റ്റുഡിയോയുടെ ഒരു കാജൽ, ഇത് ഞാൻ കണ്ടെഴുതാൻ വേണ്ടി യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മസ്കാര. ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ ദ ഹൈപ്പർ കേൾ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് ബ്രഷുകൾ, അതൊക്കെ ഉണ്ടാകുന്ന അത്ര എസെൻഷ്യൽ അല്ല, നമ്മൾ ബിഗിനേഴ്സിന് അത്ര എസെൻഷ്യൽ അല്ല. പിന്നെ നല്ല ഏതെങ്കിലും ഒരു ബ്രൗണോ അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള, അതുപോലെ ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലിപ് ലൈനർ. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് എസെൻഷ്യൽ. ഇത് എസെൻഷ്യൽ അല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ലിപ്പ് എങ്ങനെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനാണ് ഇഷ്ടം, ലിപ് ലൈനർ കൊടുത്തിട്ട് ഉള്ളിൽ ഫിൽ ചെയ്യാനാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഓക്കെ, ഇത് മേബലിൻ്റെ ആണ്. പിന്നെ നൈക്കയുടെ എൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് റെഫറൻസിന് കാണിക്കുന്നേ ഉള്ളൂ. ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് മാറ്റ് ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് എന്താണ് ക്രീം ആയിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് ബുള്ളറ്റ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ലിക്വിഡ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ പല ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ.
ഇത് എൻ്റെ ഒരു ഡെയിലി യൂസ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഒരു ലിപ് ഗ്ലോസ്, അതും അത്രയ്ക്ക് എസെൻഷ്യൽ ഒന്നും അല്ല, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺസ്. ഓക്കെ, ഇത് നൈക്കയുടെ ഒരു ലിപ് ഗ്ലോസ് ആണ്. നെക്സ്റ്റ് ഐലൈനർ. ഓക്കെ, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, ഇതാണ് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ. ഓക്കെ, ഈ ഒരു സെറ്റിംഗ് സ്പ്രേ വാങ്ങാൻ എന്നെ പ്രചോദിപ്പിച്ച സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന ഈ ഒരു ഗോൾഡൻ കളർ പൗഡർ പോലുള്ള ഗ്രാനുൾസ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തതിന് മുന്നേ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഡോട്ട്സ് ഇട്ടിട്ട് ഇത് സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പൗഡേഴ്സും ബ്ലഷും എല്ലാം ഇട്ടതിന് ശേഷം ഇത് സ്പ്രേ ചെയ്ത് നന്നായി സ്പ്രേ ചെയ്തിട്ട് ഒന്ന് വീശി ഉണക്കുക അല്ലെങ്കിൽ ഫാൻ ചോട്ടിലൊക്കെ ഉണക്കുക ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് നമുക്ക് കേക്കായിട്ടോ അല്ലെങ്കിൽ പൗഡറായിട്ടൊന്നും നിൽക്കില്ല. നല്ല ലാസ്റ്റ് ചെയ്യും, നല്ല ഫിനിഷിങ്ങും കിട്ടും. അപ്പോൾ ഇതൊരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു തിങ് ആണ്, ഇന്നെവിറ്റബിൾ തിങ് ആണ് ഇൻ മേക്കപ്പ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പൗച്ച് ഉള്ളത്. ഈ ഒരു പൗച്ച് ഞാൻ ഹോട്ട് സമ്മർ സെയിൽ, ഇപ്പോൾ റീസെൻ്റ് കഴിഞ്ഞാൽ തന്നെയല്ലേ, ഹോട്ട് സമ്മർ സെയിൽ ഞാൻ കളർ ക്യൂവിൻ്റെ ലിപ്സ്റ്റിക്കും ഈ ഒരു സെറ്റിംഗ് സ്പ്രേയും വാങ്ങിയപ്പോൾ അവർ എനിക്ക് ഫ്രീ തന്ന സാധനമാണ്. ആക്ച്വലി എനിക്ക് ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സിനേക്കാളും എനിക്ക് ഫ്രീ കിട്ടിയ ഈ ഒരു പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിൽ ഇതിലും ബെറ്റർ ആണ് പ്രൊഡക്ട്സ് ഉണ്ട്, ഓക്കെ, അഫോർഡബിൾ റേഞ്ചിൽ ഇതിലും ബെറ്റർ ആണ് പ്രൊഡക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് ഈ പ്രൊഡക്റ്റിനൊക്കെ റിവ്യൂ ചെയ്യൂ, അങ്ങനെ വല്ല സജഷൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, കമന്റ് മീ. ബൈ.